ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു തിരുവോണം ദിവസത്തെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5 മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു വലിയ പൂക്കളിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉത്രാടം വരെ മുറ്റത്ത് തറ കെട്ടിയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. തിരുവോണത്തിന് നമ്മളിതേ സിറ്റോറിൽ വലിയ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മുറ്റത്തെ തറയിലും വെച്ചിട്ടുണ്ടായിരുന്നു, തറ ഒഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പൂവിടലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. സാധാരണ തറയിലിടുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം ലേറ്റ് ആവാറുണ്ട്. ഇതായപ്പോൾ പിന്നെ പറയും വേണ്ട. ചേച്ചിയും ഞാനും കൂടിയിട്ടാണ് ഇട്ടത്. വരച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പൂവിടുകയാണ് ചെയ്തത്. എന്നിട്ട് തന്നെ ടൈമായിരുന്നു. പിന്നെ കുളിച്ച് റെഡിയായി നമ്മുടെ ഓണം ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോവുകയാണ്. അമ്പലത്തിൽ പോയപ്പോൾ വലിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏട്ടന്മാർ വിളിച്ചാന്ന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടുന്ന ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടന്മാരൊക്കെ കൂടിയിട്ട് വലിയ പൂക്കളം ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യത്തെയും പോലെ അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞതേ ഞങ്ങൾ തൊഴുതിറങ്ങി. ഞാൻ പോയപ്പോൾ തന്നെ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും വേഗം തൊഴുതിറങ്ങി. വേഗം പോയി ഫോട്ടോ എടുക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ ഫോട്ടോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാനും വേഗം പോയി കൂടി. മഴ മാറി നിൽക്കുന്ന ടൈം നോക്കിയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. മഴ പെയ്തുകൊണ്ട് ആകെ ചളിയും വെള്ളമൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അമ്മയും ചേച്ചിയൊക്കെ അമ്പലത്തേക്ക് വന്നായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനവിടെ ഫോട്ടോ എടുക്കണം തിരക്കിലായിരുന്നു. അത് എപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പോയി തൊഴുത് ഞാനും ആരെയും ഒക്കെ ഏട്ടന്മാരെ കൂടെയും ഫുള്ള് ഫോട്ടോ എടുക്കൽ ഇതൊക്കെ ആയിട്ട് അവർ വരുന്നത് മാത്രം കണ്ടു. പോണതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കേണ്ടതിലായതുകൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അവർ പോയതൊന്നും. അങ്ങനെ നമ്മൾ 8 മണിക്ക് പോയി നമ്മളാണ് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് 10:30 ആയിട്ടുണ്ട്. നമ്മുടെ പൂക്കളം നമ്മളിട്ട മാതിരി തന്നെ തിരിച്ചു വന്നപ്പോഴുണ്ട്. ഞാൻ പോകുമ്പോൾ കരുതിയിട്ടുണ്ടാകുന്നത് ഇട്ട ഡിസൈനൊന്നും ഉണ്ടാവില്ല. വരുമ്പോൾ ടോബി ഉണ്ട് ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കാറ്റും മഴയാണ്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൂക്കളിട്ടേൻ്റെ ഒന്നിൻ്റെ പിന്നെ വന്നിട്ടാണ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞത്. അങ്ങനെ വേഗം പോയി ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടില്ല. അമ്മ അവിടെ സദ്യ തിരക്കിലായതുകൊണ്ട് പിന്നെ നമ്മൾ ചായയും ചോക്ലേറ്റിൻ്റെ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ചു. അതിൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്. പിന്നെ വേറെ ഒന്നും വേണ്ട, ചായയും ബിസ്ക്കറ്റും ഉണ്ടല്ലോ. അപ്പോൾ അത് കുടിച്ചു. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും ഞാനും എല്ലാവരും ഒരുമിച്ച് ഉള്ള ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ എൻ്റെയും ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഒക്കെ പിന്നെയും എടുത്തു. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് എടുത്തായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. ഫോട്ടോസൊക്കെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് ചേച്ചി എടുത്തു തന്നു. പിന്നെ ഞാൻ ചേച്ചിക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്തു കൊടുക്കുകയൊക്കെയാണ്. നമുക്ക് വീഡിയോ എടുത്തു തന്നിട്ടുള്ളത് കുഞ്ഞാവേണ്. അങ്ങനെ കുറേ നേരത്തെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റോട്ടിൽ നിന്നാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ഡ്രസ്സൊന്ന് ഊരി നമുക്ക് വേറെ ഡ്രസ്സിലേക്ക് മാറണം. ഇന്ന് നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഡ്രസ്സൊന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ ഹെയറിൽ വെച്ചിട്ടുണ്ടായിരുന്ന റോസും തുളസിയൊക്കെ ആകാണ്ട് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ വെച്ചത് ഉച്ചയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോഴേക്ക് ആകെ അത് കുടുങ്ങി ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ മെല്ലെ ഓരോന്നായി ഊരി മാറ്റിയാണ്. അതാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ. മുടി ഇങ്ങനെ വലിയാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഊരിയെടുക്കണം. റോസിനൊന്നും ഒരു കേടുമില്ല കേട്ടോ. തുളസി വാടിയിട്ടുണ്ട്, പക്ഷെ റോസിനൊന്നും ഒരു കേടുമില്ല. കളയാനും തോന്നുന്നില്ല. അതങ്ങോട്ട് കഴിഞ്ഞ് അത് വേഗം കെട്ടിവെച്ച് നമ്മൾ കമ്മലും മാലയും വളയ്ക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡിക്ക് ഗ്രീനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതൊക്കെ ഊരി കൊടുക്കണം. മാല നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഒരു ലോട്ടസിൻ്റെ ഗ്രീൻ ഷെയ്ഡ് വരുന്നത്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഊരി കഴിഞ്ഞിട്ടുണ്ട്. ഈ വളയും കൂടിയാണുള്ളത്. അത് നമുക്ക് കയ്യിൽ ലോഷൻ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് വേണം ഊരിയെടുക്കാൻ. അതെല്ലാം കഴിഞ്ഞത് ഡ്രസ്സ് മാറ്റി വന്നിട്ടുണ്ട്. ഇനിയുള്ളതാണ് നമുക്കുള്ളൊരു പണി. അമ്മമ്മേൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് പാക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം കട്ടിൽമ കൊടുന്ന് ഇട്ടിക്കുകയാണെങ്കിൽ അതിന് ഓരോന്നെടുത്ത് നമുക്ക് വേണ്ടതെടുത്ത് മടക്കി ബാഗിലാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്ത് മടക്കി വേഗം ബാഗിലാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ദിവസം നിൽക്കാനാണ് പോകുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് പോകുന്നത്. ഞായറാഴ്ച വൈകുന്നേരം പോരും. പക്ഷേ ചിലപ്പോൾ ഞാൻ അവിടെ നിന്നേക്കാം. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഡ്രസ്സ് തന്നെ എടുക്കുന്നുണ്ട്. അമ്മയും ചേച്ചിമാരൊക്കെ പോരും. ഞാനവിടെ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടാണ് വരുന്നത്. എനിക്ക് ക്ലാസ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അമ്മമ്മേൻ്റെ ഒപ്പം അവിടെ നിൽക്കും. ഞാൻ അതിനുള്ള പാക്കിങ്ങും കൂടി നടക്കുന്നുണ്ട്. പറ്റിയ അവിടെ നിൽക്കാമല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സും ഷോർട്ട്സും എല്ലാം ബാഗിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് മാത്രം കൊണ്ടുപോയാൽ പോരാ, വേറെയും കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ട്രൈപോഡ് കൊണ്ടുപോകണം, വീഡിയോ എടുക്കണമല്ലോ അവിടെ ചെന്നാലും.
അങ്ങനെ ട്രൈപ്പോഡൊക്കെ അമ്മേൻ്റെ ബാഗിൽ ഇടാനുള്ള പ്ലാനാണ്. എൻ്റെ ഇനി കൊള്ളില്ല. അങ്ങനെ അമ്മേൻ്റെയിലൊക്കെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം സദ്യ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സദ്യ ഇന്നലത്തേക്കാളിലും ഒന്നും കൂടി കുറച്ച് കറികളൊക്കെ കൂടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് സദ്യക്കുള്ളത് ചോറും സാമ്പാറും ഉണ്ട്. പിന്നെ പപ്പടം ഉണ്ട്, അതുപോലെ തന്നെ പുളിയിഞ്ചി, മത്തനും പയറും കറി, എലിശ്ശേരി ഒന്നും, പിന്നെ അവിയലുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസാലക്കറി ഉണ്ട്, അതുപോലെ ബീൻസ് ഉപ്പേരി ഉണ്ട്, പിന്നെ ശർക്കര വരട്ടിയും ചിപ്സും എല്ലാം ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ചെറുപയർ പരിപ്പ് പായസമാണ്. ഇന്നലെ അട വെച്ചത് കൊണ്ട് ഇന്ന് ചെറുപയർ പരിപ്പാണ്. അങ്ങനെ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നിട്ടുള്ളത്. ഞാനും ചേച്ചിമാരും അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ച് നിലത്ത് ഇലയിട്ട് ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നും കുറച്ച് കുറച്ചെടുത്തിട്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കഴിക്കലാണ് എൻ്റേത്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേഗം നമ്മൾ അമ്മമ്മേൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഓണക്കോടി. അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് തറവാട്ടിക്ക് പോവുകയാണ് ഞാനും അമ്മയും കൂടി. അച്ഛമ്മയ്ക്കും അതേപോലെ അമ്മമ്മയ്ക്കും ഒരുപോലെ ഒരു കളർ പോലും മാറ്റില്ലാത്ത സെറ്റ് മുണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് കൊടുക്കാനായിട്ട് തറവാട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ സിറ്റൗട്ടിലായിട്ട് നമ്മളവിടുത്തെ മാതിരി വലിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രാവശ്യത്തെയും പോലെ അവിടെയും വലിയ പൂക്കളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനും അമ്മയും കുറച്ച് നേരം അവിടെ ഇരുന്നു. അച്ഛമ്മ എന്തൊക്കെയാണ് പണിത്തിരക്കിലായിരുന്നു. ഞങ്ങളാണെന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് പോയിട്ട് വേണം വിരുന്ന് പോകാൻ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് വന്നത്. ഇവിടെ എത്തിയപ്പോൾ മേമയും കുട്ടിയൊക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പോകാനില്ല ചേച്ചി കൊണ്ടുപോകാൻ വന്നു. അങ്ങനെ അവരും പോയി. അച്ഛമ്മേൻ്റെ പണിത്തിരക്കൊക്കെ കഴിഞ്ഞതേ അച്ഛമ്മ വന്നിട്ടുണ്ട്. ഞാനും അമ്മയെന്ന് വെച്ചാൽ അമ്മറ തന്നെ ഇരിക്കുക ചെയ്ത് ഉള്ളിലൊന്നും കയറിയില്ല. നമുക്കിത് കൊടുത്തിട്ട് വേണം പോകാമെന്നുള്ളതിൽ. ഇതാണ് അവിടുത്തെ പൂക്കളം. പിന്നെ അച്ഛമ്മയ്ക്ക് വേഗം നമ്മൾ സാരിയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു. ഞാനും അമ്മയും ഓടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പോയിട്ട് വേണം വിരുന്ന് പോകാൻ. ഇന്ന് കുറച്ച് നേരത്തെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നല്ലോണം വൈകിട്ടാണ് പോകാറ്. ഇന്ന് നേരത്തെയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോ ബാഗുണ്ട്. അവനാരുടെ ഡ്രസ്സ് അവനാരും ഓരോ ബാഗിലിട്ടിരിക്കുകയാണ്. പോകുമ്പോൾ അച്ഛനെയും കിട്ടിയിട്ടുണ്ട്. അച്ഛൻ വരുന്നില്ല, ഞങ്ങൾ നാലാളാണ് പോകുന്നത്. പിന്നെ അച്ഛനെ കിട്ടിയതല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഫോട്ടോ എടുക്കാൻ, ഫാമിലി ഫോട്ടോ എടുക്കാൻ നിന്നു. ഞാനും അമ്മു ചേച്ചി ട്വിന്നിങ് ആയിട്ടാണ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. എൻ്റെയും ചേച്ചീൻ്റെയും ഓണക്കോടി ഇതാണ്. രണ്ടാമത്തെ ഓണക്കോടി ഇതാണ്. ഒരേപോലത്തെ അമ്മേൻ്റെയും കുഞ്ഞാ ചേച്ചിയുടെ അവരിട്ടിട്ടുള്ള ഇതാണ് ഞങ്ങളുടെ ഓണക്കോടി വരുന്നത്. ഇതിൻ്റെ ഫുൾ ലുക്ക് ഞാൻ പിന്നെ എപ്പോഴേലും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ വേഗം തെങ്കരയിലെത്തി. ഓട്ടോറിക്ഷയ്ക്കാണ് പോയിട്ടുള്ളത്. നമുക്ക് അവിടെ പോയിട്ട് മൂന്നാം ഓണത്തിന് അവിടെ എല്ലാവരും കൂടുന്നത്. അപ്പോൾ നമുക്ക് പൂവിടാൻ വേണ്ടിയിട്ട് പൂവ് തെങ്കരയിൽ നിന്ന് നമ്മളെന്നും വാങ്ങുന്നിടത്ത് തന്നെ മേലാറ്റൂർക്ക് തെങ്കരയിൽ നിന്ന് പൂവ് മേടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. 50 രൂപയുടെ കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ നമുക്ക് എല്ലാതും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി അവിടുന്ന് വേറെ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറച്ച് പൂവൊക്കെ നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിശ്വംഭര മാമേൻ്റെ ഓട്ടോറിക്ഷയിലാണ് തെങ്കരയിൽ നിന്ന് മണ്ണാർക്കാട് വരെ പോയിട്ടുള്ളത്. പിന്നെ മണ്ണാർക്കാട് എത്തി ചേച്ചി ഞങ്ങളൊക്കെ ഫാൻസി കയറിയിട്ടുണ്ടായിരുന്നു ചെറിയ സ്റ്റഡ് കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ അടുത്ത വീട്ടിലുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ബസ്സിലാണ് പോയത്. അവരുടെ വീടും അമ്മമ്മേൻ്റെ മേലാറ്റൂരാണ്. ഞങ്ങൾ 3 വീട്ടുകാരും അങ്ങനെ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 320 സിറ്റിസണിലാണ് പോയത്. ഞാനൊരു മാസം വന്നും പോയി കൊണ്ടിരുന്നത് ഇതിലാണ്. അതുകൊണ്ട് ബസ്സിൻ്റെ ടൈമൊക്കെ എനിക്കറിയാമെന്ന്. അങ്ങനെ 320 സിറ്റിസൺ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ വേഗം നമ്മൾ കയറിക്കൊണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കാണ് മേലാറ്റൂർ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തന്നെ. ബസ് കുറച്ച് ലേറ്റായി വരാം, അതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും ഒരു സീറ്റിലും കുഞ്ഞാ ചേച്ചി അമ്മ ചേച്ചി ഞങ്ങളുടെ നേരെ ബാക്കത്തെ സീറ്റിലും ഇരുന്നിട്ടുണ്ട്. ഞാൻ കുറച്ചവിടെ എത്തിയാൽ മതി, ഞാൻ ഉറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞാൻ ഇരിക്കുന്നിടത്താണെന്ന് വെച്ചാൽ നല്ല വെയിൽ, ഒന്ന് മുഖത്തേക്കാണ് ഇങ്ങനെ വെയിലടിക്കുന്നത്. പിന്നെ ഞാൻ കൈയൊക്കെ മുഖത്ത് വെച്ച് കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ മേലാറ്റൂർ എത്താനായിട്ടാണ് ഞാനിന്ന് നീച്ചിക്കുന്നത്. ചരക്കടവ് ആലിങ്ങലൊക്കെ എത്തിയിട്ടാണ് ഞാൻ നീച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4:20 ആയപ്പോഴേക്ക് മേലാറ്റൂർ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നേരെ വന്നതും കരുവാരുണ്ട് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിലാണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൽ കയറിയില്ല. ഞങ്ങൾക്ക് അച്ചച്ചയ്ക്ക് ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട്
ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോകണമെന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേ പോവാണ്. അപ്പം നമ്മളൊരു ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് പറ്റിയാൽ കിട്ടിയില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതേ വേറെ ഷോപ്പിലേക്ക് പോവാണ്. കരുവാരുണ്ടിക്കുള്ള ആ റോട്ടിനായിട്ട് അഭിലാഷ് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നമ്മളധികം ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കാറ്. ഇവിടെ വരുമ്പോഴൊക്കെ അധികം ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അതേ നമുക്ക് പറ്റിയത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചച്ചയ്ക്കുള്ള ഓണക്കോടി എടുത്ത് നമ്മളിതേ ബില്ലാക്കാൻ പോയിട്ടുണ്ട്. അമ്മമ്മയ്ക്കുള്ളത് നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എടുക്കാത്തത്. അങ്ങനെ അച്ചച്ചയ്ക്കും അമ്മമ്മയ്ക്കും ഉള്ള ഓണക്കോടിയും കൊണ്ട് ഇതേ നമ്മൾ പോവുകയാണ്. പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാറിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ബസ്സിലാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. അപ്പോഴേക്കും ഇതേ അമ്മച്ചേച്ചി പോയിട്ട് ഓട്ടോ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ബസ്സിലാണെന്ന് വെച്ചാൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ബസ്സിലാണെങ്കിൽ കരുവാരുണ്ട് ബസ്സിന് പോയി കവല ഇറങ്ങുകയാണ്. നമ്മളിതേ ഓട്ടോയ്ക്ക് പോകണതുകൊണ്ട് ഇനി നേരെ വീട്ടിൻ്റെ അവിടെ പോയി ഇറങ്ങാം. പിന്നെ പോണ വഴിക്ക് നമ്മൾ കവല എത്തിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസും സ്നാക്സും പിന്നെ അതേ മിഠായി അങ്ങനെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിൽ വരുമ്പോഴത്തേനും മിഠായിയൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. കിക്കാറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മച്ചേച്ചിയും കിക്കാറ്റ് വാങ്ങി. നമ്മൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് വല്യമ്മയും അനുവും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ എത്തിയിട്ടുണ്ട്. ഇനി വല്യമ്മയും അനുശ്രീയും കൂടി വൈകുന്നേരമുള്ള എത്തുക. അപ്പോൾ അതേ നമ്മൾ വീടിൻ്റെ മുകളിലത്തെ റോഡിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഓട്ടോറിക്ഷ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങുന്നത് മാത്രമേ ഉള്ളതാണ്. പിന്നെ എല്ലാവരും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരിതിൽ ആരെയും നോക്കാതെ പെട്ടെന്ന് പോവുമായിരിക്കും. അങ്ങനെ നമ്മൾ സ്വന്തം അമ്മമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വരുന്നത് കാത്തിരിക്കുകയാണ്. അമ്മമ്മയും അച്ചച്ചയും വല്യമ്മയും എല്ലാവരും നമ്മളിത് കാത്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് വല്യമ്മ ഒരു ഡ്രസ്സ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അളവൊന്നുമില്ലാതെ അടിച്ചത്. പിന്നെ വന്നപ്പോൾ അത് വേഗം ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി. തിരുവോണ ദിവസത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള വ്ളോഗൊക്കെ ഇട്ട് വരുന്നുണ്ട്. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.